അടുത്ത ദിവസം രാവിലെ താനുണ്ടാക്കിയ മെത്തുമായി തിരികെ വീട്ടിലേക്ക് പോകുന്ന ജെസ്സി പെട്രോൾ അടിക്കാനും ഭക്ഷണം വാങ്ങാനുമായി ഹൈവേയിൽ ആളൊഴിഞ്ഞ ഒരു പെട്രോൾ പമ്പിൽ കയറി. വാഹനത്തിൽ ഇന്ധനം നിറച്ച ശേഷം പണമടയ്ക്കാൻ കൗണ്ടറിലെത്തിയ ശേഷമാണ് താൻ പണമെടുക്കാൻ മറന്ന കാര്യം ജെസ്സി മനസ്സിലാക്കിയത്. കൗണ്ടറിൽ ഉണ്ടായിരുന്ന കടയുടെ ഉടമസ്ഥന്റെ മകളോട് തൽക്കാലം തന്റെ കയ്യിൽ പണമില്ലെന്നും താൻ 2 ദിവസത്തിനകം പണം എത്തിക്കാമെന്നും പറഞ്ഞെങ്കിലും അവൾ സമ്മതിച്ചില്ല. കർക്കശക്കാരനായ തന്റെ അച്ഛൻ ബില്ലുകൾ പരിശോധിക്കുമെന്നും പണം നൽകാതെ പോകാൻ പറ്റില്ലെന്നും അവൾ പറഞ്ഞതോടെ ജെസ്സിക്ക് ഒരു ബുദ്ധി തോന്നി. അവൻ തന്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ പാക്ക് മെത്തെടുത്ത് അവൾക്ക് നേരെ നീട്ടി. താൻ വല്ലപ്പോഴും കഞ്ചാവ് വലിക്കാറുണ്ടെന്നും മെത്ത് വളരെ അഡിക്റ്റീവ് ആയതിനാൽ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലെന്നും അവൾ പറഞ്ഞപ്പോൾ ആളുകൾ പറയുന്ന പോലെ ഇതത്ര പ്രശ്നമുള്ള ഡ്രഗ് അല്ലെന്നും നല്ല ഉന്മേഷം ലഭിക്കുന്ന ഒന്നാണെന്നും ജെസ്സി അവളോട് പറഞ്ഞു. പെട്ടെന്ന് സാധനം വാങ്ങാനായി അവിടേക്ക് വന്ന പോലീസുകാരനെ കണ്ടതോടെ അവൾക്ക് ഭയമായി. എന്നാൽ പോലീസിനെ കണ്ടിട്ടും യാതൊരു ഭയവുമില്ലാതെ അവളുടെ മുന്നിൽ ജെസ്സി മെത്തുമായി നിന്നു. പോലീസ് അതെങ്ങാനും കണ്ടാൽ താനും കുടുങ്ങുമെന്ന് മനസ്സിലായതോടെ അവൾ അവനോട് അത് വാങ്ങിയ ശേഷം അവനെ പോകാൻ അനുവദിച്ചു. അതേസമയം സോളിന്റെ ഓഫീസിലെത്തിയ മൈക്ക് വാൾട്ടിന്റെ വീട്ടിൽ ഘടിപ്പിച്ച മൈക്രോഫോണിലൂടെ ലഭിച്ച വീട്ടിലെ സംഭാഷണങ്ങൾ അവന് കൈമാറി. ശേഷം അവർ രണ്ടുപേരും വാൾട്ടും സ്കൈലറും തമ്മിൽ തലേ ദിവസം നടന്ന സംഭാഷണങ്ങൾ കേൾക്കാൻ ആരംഭിച്ചു. തനിക്കൊരിക്കലും വാൾട്ടിനെ ഇനി ഭർത്താവായി കാണാൻ കഴിയില്ലെന്നും നിങ്ങളുടെ പണവുമായി എത്രയും പെട്ടെന്ന് സ്ഥലം കാലിയാക്കാനും സ്കൈലർ വാൾട്ടിനെ നിർബന്ധിച്ചു. എന്നാൽ നീ ടെഡുമായി കിടക്ക പങ്കിട്ടത് എനിക്ക് പ്രശ്നമല്ലെന്നും തന്റെ മക്കളെ വിട്ട് താൻ എങ്ങോട്ടും പോകുന്നില്ലെന്നും പറയുന്ന വാൾട്ട് ബാക്കി കാര്യങ്ങൾ താൻ ടെഡിനെ നേരിട്ട് കണ്ട് സംസാരിച്ച ശേഷം തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ഇത് കേൾക്കുന്ന സോളിനും മൈക്കിനും വാൾട്ട് ടെഡിനെ കാണാൻ പോയാൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുമെന്ന് ഉറപ്പായിരുന്നു. അത് തടയാൻ എന്താണ് വഴിയെന്ന് അവർ ആലോചിച്ചു. അപ്പോഴേക്കും ടെഡിന്റെ ഓഫീസിലെത്തിയ വാൾട്ട് ടെഡിനെ കാണാൻ ആവശ്യപ്പെട്ടെങ്കിലും ടെഡ് ഒരു മീറ്റിംഗിലാണെന്നും ഇപ്പോൾ കാണാൻ സാധിക്കില്ലെന്നും റിസപ്ഷനിസ്റ്റ് പറഞ്ഞു. താൻ കാത്തു നിൽക്കാൻ തയ്യാറാണെന്ന് പറയുന്ന വാൾട്ട് ഓഫീസിന്റെ ഗ്ലാസിനുള്ളിലൂടെ ടെഡ് തന്നെ എത്തി നോക്കുന്നത് ശ്രദ്ധിച്ചു. അതോടെ സകല നിയന്ത്രണവും നഷ്ടപ്പെട്ട വാൾട്ട് അവനോട് ഡോറ് തുറക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ബഹളം വെച്ചു. അപ്പോഴേക്കും അവിടെ എത്തിയ സ്കൈലർ വാൾട്ടിനെ തടയാൻ ശ്രമിച്ചെങ്കിലും അവൾ പറയുന്നതൊന്നും ശ്രദ്ധിച്ചില്ല. വാൾട്ടിന്റെ പെരുമാറ്റം കണ്ട് ഭയന്ന ടെഡ് വാതിൽ തുറക്കാൻ വിസമ്മതിച്ചതോടെ അക്രമാസക്തനായ വാൾട്ട് അവിടെ ഉണ്ടായിരുന്ന ചെടിച്ചട്ടി എടുത്ത് വാതിലിൽ ആഞ്ഞടിച്ചു. അപ്പോഴേക്കും അവിടെ എത്തിയ സെക്യൂരിറ്റി ഗാർഡുകൾ വാൾട്ടിനെ ബലമായി പിടിച്ച് ഓഫീസിൽ നിന്നും പുറത്താക്കി. വീണ്ടും അകത്തേക്ക് കയറാൻ വാൾട്ട് ശ്രമിക്കുമ്പോഴേക്കും അവിടെ എത്തിയ മൈക്ക് വാൾട്ടിനെ പിടിച്ച് വണ്ടിയിൽ കയറ്റിയ ശേഷം നേരെ സോളിന്റെ ഓഫീസിലേക്ക് പോയി. ഓഫീസിലെത്തിയ ശേഷം ലോകത്ത് ഭാര്യ ചതിക്കുന്ന ആദ്യത്തെ ഭർത്താവ് നീയല്ലെന്നും ഇത്തരം വിഷയങ്ങൾ ക്ഷമയോടെ കൈകാര്യം ചെയ്യേണ്ടതാണെന്നും സോള് വാൾട്ടിനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ താൻ ആ സമയം ടെഡിന്റെ ഓഫീസിലേക്ക് പോകുമെന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയെന്ന വാൾട്ടിന്റെ ചോദ്യത്തിന് മുന്നിൽ സോൾ ശരിക്കും പതറി. അതോടെ സോളും മൈക്കും ചേർന്ന് തന്റെ വീട്ടിലെ വിവരങ്ങൾ ചോർത്താൻ വീടിന് ചുറ്റും മൈക്രോഫോണുകൾ വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്ന വാൾട്ട് തന്റെ അനുവാദമില്ലാതെ എന്തിനാണ് അത് ചെയ്തതെന്ന് ചോദിച്ചു. സ്കൈലറിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കാനാണെന്ന് സോൾ പറഞ്ഞെങ്കിലും അത് കേൾക്കാൻ വാൾട്ട് തയ്യാറായില്ല. നിയന്ത്രണം വിട്ട വാൾട്ട് തന്റെ കുടുംബരഹസ്യങ്ങൾ ചോർത്തിയതിന്റെ പേരിൽ സോളിനെ കടന്നാക്രമിച്ചു. അവർ രണ്ടുപേരും കൊച്ചുകുട്ടികളെ പോലെ അവിടെ കിടന്ന് തല്ലുകൂടുന്നത് നോക്കി നിൽക്കുന്ന മൈക്ക് അവരെ പിടിച്ചുമാറ്റി. അതോടെ ഇനി തനിക്ക് സോളിന്റെ ഒരു സഹായവും വേണ്ടെന്നും വൈകുന്നേരത്തിനുള്ളിൽ തന്റെ വീട്ടിൽ വെച്ച മൈക്രോഫോണുകൾ എടുത്തു മാറ്റണമെന്നും വാൾട്ട് അവരോട് പറഞ്ഞു. തിരികെ വാൾട്ടിനൊപ്പം വീട്ടിലെത്തിയ മൈക്ക് താൻ വെച്ച മൈക്രോഫോണുകളെല്ലാം ഊരിയെടുത്ത ശേഷം പോകാനൊരുങ്ങിയപ്പോൾ റോഡിൽ വരച്ചുവെച്ച ഒരു ചിത്രം നോക്കിക്കൊണ്ട് വാൾട്ടിനോട് ഒരു കാര്യം പറഞ്ഞു. ചിലപ്പോൾ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ നമ്മളെ നിരീക്ഷിക്കാൻ ആരെങ്കിലുമൊക്കെ ഉള്ളത് നല്ലതാണ്. കഴിഞ്ഞ തവണ സ്കൈലറെ നിരീക്ഷിക്കാൻ മൈക്ക് വന്നില്ലായിരുന്നെങ്കിൽ ലിയോണലും മാർക്കോയും വാൾട്ടിനെ കൊല്ലുമായിരുന്നു. മൈക്ക് പറഞ്ഞതിന്റെ അർത്ഥം വാൾട്ടിന് മനസ്സിലായില്ലെങ്കിലും വാൾട്ടിന്റെ വീടിന് മുന്നിൽ ലിയോണലും മാർക്കോയും ഒരു കോടാലിയുടെ ചിത്രം വാൾട്ടിന്റെ വീട് മനസ്സിലാക്കാനുള്ള ഒരടയാളം എന്ന പോലെ വരച്ചു വെച്ചിരുന്നു. മൈക്ക് പോയ ശേഷം വാൾട്ട് നേരെ സ്കൂളിലേക്ക് പോയി. എന്നാൽ ക്ലാസ്സിൽ കുട്ടികളോടൊന്നും സംസാരിക്കാതെ മറ്റേതോ ലോകത്തിലെന്ന പോലെ സമനില തെറ്റിയ അവസ്ഥയിലായിരുന്നു വാൾട്ടിന്റെ ഇരിപ്പ്. തുടർന്ന് കുട്ടികളുടെ പരാതിയെ തുടർന്ന് വൈസ് പ്രിൻസിപ്പൽ കാമൻ വാൾട്ടുമായി സംസാരിച്ചു. നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും തനിക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നും എങ്കിലും അധ്യാപകൻ എന്ന നിലയിൽ സ്കൂളിനോടും വിദ്യാർത്ഥികളോടും നിർവഹിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്കുണ്ടെന്നും അവർ വാൾട്ടിനോട് പറഞ്ഞു. അതെല്ലാം വാൾട്ട് സമ്മതിക്കുന്നുണ്ടെങ്കിലും അതിന് മറുപടി പറയുന്നതിനു പകരം അവിടെ വെച്ചിരുന്ന ഒരു നായക്കുട്ടിയുടെ ചിത്രം ശ്രദ്ധിക്കുന്ന വാൾട്ട് അത് ഏത് തരം ബ്രീഡാണെന്ന് അവരോട് ചോദിച്ചു. ചോദ്യത്തിന് വിരുദ്ധമായി ഉത്തരം പറയുന്ന വാൾട്ടിന്റെ മാനസിക നിലയ്ക്ക് കാര്യമായ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുന്ന അവർ നിങ്ങൾക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ താൻ ഭാര്യയെ വിളിക്കാമെന്നും കുറച്ചു ദിവസം ലീവ് എടുത്ത് വിശ്രമിക്കാനും പറഞ്ഞു. എന്നാൽ അടുത്ത നിമിഷം അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു വാൾട്ട് ചെയ്തത്. പതിയെ അവരുടെ അടുത്തേക്ക് നീങ്ങുന്ന വാൾട്ട് അവരെ ചുംബിക്കാൻ ഒരു ശ്രമം നടത്തി. വാൾട്ടിന്റെ ഈ അപ്രതീക്ഷിത പെരുമാറ്റം കണ്ട് ഞെട്ടിപ്പോയ കാമൻ അവനെ ദേഷ്യത്തോടെ തള്ളിമാറ്റി. തന്റെ ഭാര്യ സ്കൈലർ ടെഡുമായി കിടക്ക പങ്കിട്ടു എന്ന സത്യം വാൾട്ടിനെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് തനിക്കും അങ്ങനെ ആയിക്കൂടാ എന്ന ചിന്തയിൽ സ്കൈലറിനോടുള്ള ദേഷ്യവും പ്രതികാരവും തീർക്കാനുള്ള ഒരു
ശ്രമമായിരുന്നു വാൾട്ട് അവിടെ കാണിച്ചത്. അതോടെ വാൾട്ടിനെ അവർ അനിശ്ചിത കാലത്തേക്ക് ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. തന്റെ സാധനങ്ങളുമായി സ്കൂളിൽ നിന്നും ഇറങ്ങിയ വാൾട്ടിനെ കാത്ത് ജെസ്സി പുറത്തു നിൽപ്പുണ്ടായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം വാൾട്ടിനെ കാണുന്ന ജെസ്സി, ഞാൻ നിങ്ങളെ കാണാനായി അപ്പാർട്ട്മെന്റിൽ പോയിരുന്നുവെന്നും അവിടെ കാണാത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്നും പറഞ്ഞു. താൻ വീട്ടിലേക്ക് താമസം മാറ്റിയെന്ന് പറയുന്ന വാൾട്ടിന്റെ കയ്യിലെ സാധനങ്ങൾ ശ്രദ്ധിക്കുന്ന ജെസ്സി, നിങ്ങളെ സ്കൂളിൽ നിന്നും അവർ പിരിച്ചുവിട്ടോ എന്ന് ചോദിച്ചു. ചില പ്രശ്നങ്ങൾ കാരണം കുറച്ചു ദിവസത്തേക്ക് സസ്പെൻഷനിലാണെന്ന് പറയുന്ന വാൾട്ട് അവന്റെ വിശേഷങ്ങളെല്ലാം തിരക്കി. ശേഷം ജെസ്സി വാൾട്ടിനോട് താൻ വന്നതിന്റെ കാരണം പറഞ്ഞു. കഴിഞ്ഞ തവണ നമ്മൾ മെത്ത് വിറ്റ ആ ഡിസ്ട്രിബ്യൂട്ടറെ, അതായത് ഗസ്സിനെ തനിക്കൊന്ന് പരിചയപ്പെടുത്തി തരണമെന്ന് ജെസ്സി ആവശ്യപ്പെട്ടു. അതോടെ ജെസ്സി വീണ്ടും പഴയ പണി തുടങ്ങിയെന്ന് മനസ്സിലാക്കുന്ന വാൾട്ട് അവനെ ഉപദേശിക്കാൻ ആരംഭിച്ചു. എന്നാൽ തനിക്ക് നന്നായി അറിയാവുന്ന ഒരേയൊരു തൊഴിൽ ഇതാണെന്നും മറ്റൊന്നിലേക്ക് പോകാൻ തനിക്ക് താല്പര്യമില്ലെന്നും തീർത്തു പറയുന്ന ജെസ്സി, താൻ കച്ചവടം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെന്നും അതിന്റെ ഉപയോഗം പൂർണ്ണമായും നിർത്തിയെന്നും പറഞ്ഞു. എന്നാൽ തനിക്ക് ഇനി ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ലെന്ന് വാൾട്ട് പറഞ്ഞപ്പോൾ നിങ്ങളോട് ഇതിൽ കൂടാൻ താൻ ആവശ്യപ്പെടുന്നില്ലെന്ന് പറയുന്ന ജെസ്സി, കഴിഞ്ഞ ദിവസം വാൾട്ടിന്റെ ഫോർമുല വെച്ച് അവൻ ഉണ്ടാക്കിയ മെത്ത് വാൾട്ടിന് നേരെ നീട്ടി. നിങ്ങൾ പഠിപ്പിച്ച പോലെ തന്നെ ഓരോ അളവുകളും കൃത്യമായി നോക്കിയാണ് ഞാനിതുണ്ടാക്കിയതെന്ന് ജെസ്സി പറഞ്ഞെങ്കിലും അത് കാണുന്ന വാൾട്ടിന് കടുത്ത ദേഷ്യമാണ് തോന്നിയത്. ഇത് എന്റെ ഫോർമുലയാണെന്ന് പറഞ്ഞ് വാൾട്ട് അവനോട് തർക്കിച്ചു. ഇതിന്റെ പണത്തിന്റെ ചെറിയൊരു വിഹിതം നിങ്ങൾക്ക് തരാമെന്ന് പറയുന്ന ജെസ്സി ഗസ്സുമായി ഒരു മീറ്റിംഗ് സെറ്റ് ചെയ്തു തരാൻ വീണ്ടും ആവശ്യപ്പെട്ടെങ്കിലും ഇത്തരം ഗുണനിലവാരമില്ലാത്ത സാധനങ്ങൾ ഹൈസൻബർഗ് എന്ന തന്റെ പേരിൽ പുറത്തിറങ്ങാൻ താൻ അനുവദിക്കില്ലെന്ന് പറയുന്ന വാൾട്ട് അവൻ ആ മെത്ത് ഉണ്ടാക്കിയതിലെ കുറവുകളും അതിന്റെ നിറമാറ്റവും കാണിച്ച് അവനെ കുറ്റപ്പെടുത്തി. ഒടുവിൽ വാൾട്ട് തന്നെ സഹായിക്കില്ലെന്ന് ഉറപ്പായതോടെ താൻ അയാളെ സ്വയം കണ്ടുപിടിച്ചോളാമെന്ന് പറയുന്ന ജെസ്സിയോട് അയാൾ നിന്നെപ്പോലെ മയക്കുമരുന്നടിമകളുമായി കച്ചവടം ചെയ്യില്ലെന്ന് പറയുന്ന വാൾട്ട് അവനോട് ദേഷ്യപ്പെട്ടു. അതൊന്നും കേൾക്കാൻ നിൽക്കാതെ ജെസ്സി വണ്ടിയുമായി അവിടെ നിന്നും പോയി. മറുവശത്ത് ഓഫീസ് കഴിഞ്ഞ് സ്കൈലർ നേരെ പോയത് ടെഡിന്റെ വീട്ടിലേക്കാണ്. അവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം സ്കൈലർ തന്റെ പ്രശ്നങ്ങൾ അവനുമായി പങ്കുവച്ചു. വാൾട്ട് വീട് വിട്ടിറങ്ങാൻ തയ്യാറാവാത്തതും വാൾട്ടിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് കാരണം മകൻ തന്നെ വെറുക്കുന്നതും തന്നെ വല്ലാതെ അലട്ടുന്നുണ്ടെന്ന് അവൾ പറഞ്ഞു. എന്നാൽ താൻ ഡിവോഴ്സ് ചെയ്തപ്പോൾ തന്റെ മക്കളും ഇതുപോലെ ആയിരുന്നുവെന്നും പതിയെ എല്ലാവരും എല്ലാം മറക്കുമെന്നും അവൻ അവളെ സമാധാനിപ്പിച്ചു. മാത്രമല്ല ഓഫീസിലെ എല്ലാവരും ഞാൻ പ്രമോഷന് വേണ്ടി നിന്നെ വശീകരിച്ചു എന്നാണ് ചിന്തിക്കുന്നതെന്നും അവൾ പറഞ്ഞപ്പോൾ അവരെയെല്ലാം നമുക്ക് പിരിച്ചുവിടാമെന്ന് ടെഡ് തമാശ രൂപേണ പറഞ്ഞു. ശേഷം ടെഡ് അവളോട് നിങ്ങൾ തമ്മിൽ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ചോദിച്ചെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്ന് അവൾ ടെഡിനോട് പറഞ്ഞു. നാളെ താനും വാൾട്ട് ചെയ്ത തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ചോദിച്ചതെന്ന് ടെഡ് പറഞ്ഞെങ്കിലും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ ശേഷം അവൾ അവിടെ നിന്നും പോയി. അതേസമയം വീണ്ടും എൽപാസോയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഹാങ്ക്. അവനെ ഫ്ലൈറ്റ് കയറ്റിവിടാൻ ഒപ്പം പോയ മേരിക്ക് കഴിഞ്ഞ തവണ എൽപാസോയിൽ സംഭവിച്ച വിഷയങ്ങൾ കാരണം ഹാങ്ക് അനുഭവിച്ച മാനസിക സമ്മർദ്ദങ്ങൾ നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഹാങ്ക് പോകുന്നതിൽ അവൾക്കൊട്ടും താല്പര്യമില്ലായിരുന്നു. ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്ന ഹാങ്ക് അവളെ പറഞ്ഞയച്ച ശേഷം പോകാനൊരുങ്ങി. മേരി പോയ ശേഷം ഹാങ്കിന് ഗോമസിന്റെ ഒരു കോൾ വന്നു. ഹാങ്ക് അന്വേഷിക്കുന്ന നീലമെത്തുമായി ഒരാൾ പിടിയിലായിട്ടുണ്ട്. എൽപാസോയിലേക്ക് പോകാൻ ഭയന്നിരുന്ന ഹാങ്ക് മറ്റൊന്നും ചിന്തിക്കാതെ ആ യാത്ര മാറ്റിവെച്ച് നേരെ ഓഫീസിലേക്ക് പോയി. ഓഫീസിലെത്തിയ ഹാങ്ക് ഗോമസിനൊപ്പം അവർ പിടികൂടിയ റസൽ എന്നയാളെ വിശദമായി ചോദ്യം ചെയ്തെങ്കിലും മയക്കുമരുന്നിനടിമയായ അവന് മാറ്റ് എന്ന് പേരുള്ള ഒരാളാണ് തനിക്കത് തന്നതെന്ന് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസം തല്ലുണ്ടാക്കിയ ബാറിൽ പോയാൽ എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന് പറഞ്ഞ് ഹാങ്ക് അങ്ങോട്ട് പോകാനൊരുങ്ങി. ഇത് കണ്ട് ഹാങ്കിനെ തടയുന്ന ഗോമസ് അവനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. കരിയർ മാറ്റാൻ കഴിവുള്ള ഒരു പ്രമോഷൻ ലഭിച്ചിട്ടും ഈ നീലമെത്തിന്റെ പുറകെ പോയി സമയം നീ എന്തിനാണ് കളയുന്നതെന്നും അവിടേക്ക് പോകുന്നതിൽ നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു സഹോദരൻ എന്ന നിലയിൽ നിനക്കെന്നോട് പറയാമെന്നും പറഞ്ഞു. എന്നാൽ തന്റെ ബലഹീനത മറ്റുള്ളവർ അറിയുന്നതിൽ ഒട്ടും താല്പര്യമില്ലായിരുന്ന ഹാങ്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താൻ പറയാമെന്ന് കുറച്ച് ദേഷ്യത്തോടെ ഗോമസിനോട് പറഞ്ഞ ശേഷം അവിടെ നിന്നും പോയി. തുടർന്ന് റസൽ പറഞ്ഞതനുസരിച്ച് തെരുവുകളിൽ അന്വേഷിക്കുന്ന ഹാങ്ക് മാറ്റിനെ കണ്ടെത്തുകയും മാറ്റിന് അത് ലഭിച്ചത് കാര എന്ന പെൺകുട്ടിയിൽ നിന്നാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. കാര ജോലി ചെയ്യുന്ന പെട്രോൾ പമ്പിലെത്തി അവളെ വിശദമായി ഹാങ്ക് ചോദ്യം ചെയ്തു. നേരത്തെ ജെസ്സി അവൾക്ക് കൊടുത്ത മെത്തായിരുന്നു യഥാർത്ഥത്തിൽ ഹാങ്കിന്റെ കയ്യിലെത്തിയത്. ആദ്യം മാറ്റിനെ താൻ കണ്ടിട്ട് കുറെ നാളായെന്ന് അവൾ കള്ളം പറഞ്ഞെങ്കിലും ഹാങ്ക് ആ മെത്ത് അവളെ കാണിച്ചതോടെ അവൾക്ക് ഭയമായി. തനിക്കൊരു അബദ്ധം പറ്റിയതാണെന്നും ദയവ് ചെയ്ത് തന്റെ അച്ഛനെ അറിയിക്കരുതെന്നും അവൾ കരഞ്ഞു പറഞ്ഞു. ഇവിടെ പെട്രോൾ അടിക്കാൻ വന്ന ഒരു പയ്യൻ അവന്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് പണത്തിന് പകരമായി തന്നതാണെന്നും താൻ ഇതൊന്നും ഉപയോഗിക്കാത്ത ആളായതുകൊണ്ടാണ് മാറ്റിന് കൊടുത്തതെന്നും അവൾ പറഞ്ഞു. അതോടെ ജെസ്സിയുടെ രൂപവും മറ്റും ചോദിച്ചറിയുന്ന ഹാങ്ക് അവിടുത്തെ CCTV പരിശോധിച്ചെങ്കിലും അത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതോടെ പുറത്തിറങ്ങിയ ഹാങ്ക് ATM മെഷീനിലെ ക്യാമറയിൽ ജെസ്സി വന്ന വണ്ടിയും അവനും കുടുങ്ങാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ആ വിവരങ്ങൾ ശേഖരിക്കാൻ നേരെ ബാങ്കിലേക്ക് പോയി. ATM ക്യാമറയിൽ നിന്നും ലഭിച്ച ചിത്രങ്ങളുമായി ഹാങ്ക് തന്റെ മേലുദ്യോഗസ്ഥൻ ജോർജിന്റെ അടുത്തെത്തി. എന്നാൽ ആ ചിത്രങ്ങളിൽ ജെസ്സിയുടെ
മുഖമോ വാനിന്റെ നമ്പറോ വ്യക്തമല്ലായിരുന്നു. പക്ഷേ അത്തരം വാനുകൾ നമ്മുടെ നഗരത്തിൽ ആകെ 29 എണ്ണം മാത്രമേ ഉള്ളൂവെന്നും അതുകൊണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കുമെന്നും ഹാങ്ക് ജോർജിനോട് പറഞ്ഞു. എന്നാൽ ഇതൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്തതുപോലെ നീ എൽപാസോയിലേക്ക് എന്താണ് പോകാത്തതെന്ന് ജോർജ് ഹാങ്കിനോട് ചോദിച്ചു. ആ ചോദ്യം കേട്ട ഹാങ്ക് ഒന്ന് പതറിയെങ്കിലും താൻ തീർച്ചയായും പോകുമെന്നും അതിനു മുൻപ് ഹൈസൻബർഗിന്റെ കേസ് ഒന്ന് അവസാനിപ്പിക്കാൻ തനിക്ക് കുറച്ചുകൂടി സമയം വേണമെന്നും പറഞ്ഞു. അതോടെ ഭാവം മാറിയ ജോർജ് നിന്നെ അവർ അവിടെ കാത്തു നിൽക്കുകയാണെന്നും നീ എൽപാസോയിലേക്ക് ഇന്ന് തന്നെ പോകുന്നുണ്ടോ ഇല്ലയോ എന്നതിൽ എനിക്കൊരു ഉത്തരം വേണമെന്നും പറഞ്ഞു. യഥാർത്ഥത്തിൽ എൽപാസോയിലേക്ക് പോകാനുള്ള ഭയം മൂലമാണ് ഹാങ്ക് ആൽബക്കയിൽ ഹൈസൻബർഗിന്റെ പിന്നാലെ നടക്കുന്നത്. എന്നാൽ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഹാങ്ക് പറഞ്ഞു, ഞാൻ ഈ കേസ് പൂർത്തിയാക്കിയ ശേഷമേ പോകുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ അതെത്രയും പെട്ടെന്ന് തീർത്ത് എൽപാസോയിലേക്ക് പോകാൻ അയാൾ ഹാങ്കിനോട് പറഞ്ഞു. അതേസമയം വോൾട്ട് തനിക്ക് ഗസ്സിനെ പരിചയപ്പെടുത്താൻ വിസമ്മതിച്ചതോടെ ജെസ്സി നേരെ പോയത് സോളിന്റെ അടുത്തേക്കാണ്. നേരത്തെ വോൾട്ടിനെ മെത്തുണ്ടാക്കാൻ സമ്മതിപ്പിച്ചാൽ പണം തരാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും താനും അവനുമായി തെറ്റിയെന്നും അതുകൊണ്ട് ഇനി എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ലെന്ന് പറഞ്ഞ് സോൾ അവനെ ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും ജെസ്സി താനുണ്ടാക്കിയ മെത്ത് മേശപ്പുറത്ത് വെച്ചതോടെ സോളിന്റെ ഭാവം മാറി. തുടർന്ന് തനിക്ക് ഗസ്സിനെ പരിചയപ്പെടുത്താൻ ജെസ്സി സോളിനോട് ആവശ്യപ്പെട്ടു. ജെസ്സിയുടെ നിർദ്ദേശപ്രകാരം വിവരങ്ങൾ സോൾ മൈക്കിനെ അറിയിക്കുകയും മൈക്ക് ഗസ്സിനെ കണ്ട് സംസാരിക്കുകയും ചെയ്തു. എന്നാൽ താൻ ജെസ്സിയെ പോലെ മയക്കുമരുന്നടിമകളുമായി ബിസിനസ് ചെയ്യില്ലെന്ന് ഗസ് പറഞ്ഞപ്പോൾ അതെനിക്കറിയാമെന്നും എന്നാൽ നിങ്ങൾ അറിയേണ്ട മറ്റൊരു കാര്യം ഇതിനിടയിലുണ്ടെന്നും പറയുന്ന മൈക്ക് വാൾട്ടും ജെസ്സിയും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞുവെന്ന വാർത്ത ഗസ്സിനെ അറിയിച്ചു. വാൾട്ടുമായി ജെസ്സി തെറ്റിപ്പിരിഞ്ഞു എന്ന വാർത്ത ഗസ്സിനെ ചിന്തിപ്പിക്കുന്ന ഒന്നായിരുന്നു. വാൾട്ട് മാനസികമായി തകർന്നിരിക്കുകയാണെന്നും അവൻ ഇനി സ്വന്തമായി മെത്തുണ്ടാക്കാൻ സാധ്യതയില്ലെന്നും മൈക്ക് നേരത്തെ ഗസ്സിനോട് പറഞ്ഞിരുന്നു. വാൾട്ടിനേക്കാൾ നന്നായി മെത്തുണ്ടാക്കുന്ന ആരും നിലവിൽ നഗരത്തിലില്ല. അതുകൊണ്ട് താൻ ജെസ്സിയിൽ നിന്നും വാൾട്ടിന്റെ ഫോർമുല ഉപയോഗിച്ച് അവൻ ഉണ്ടാക്കുന്ന മെത്ത് വാങ്ങിയാൽ അത് വാൾട്ടിനെ ചൊടിപ്പിക്കും. ഒരു പക്ഷേ അതറിഞ്ഞാൽ വാൾട്ട് ബിസിനസ്സിലേക്ക് തിരിച്ചു വരാനും സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ജെസ്സിയുടെ മെത്ത് വാങ്ങാൻ ഗസ് തീരുമാനിച്ചു. എന്നാൽ അത് വാൾട്ടിന്റെ ഫോർമുല ആയതിനാൽ ജെസ്സിക്ക് പകുതി പണമേ നൽകാവൂ എന്ന് പറയുന്ന ഗസ് ബാക്കി പകുതി വാൾട്ടിന് നൽകാൻ പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ ജെസ്സി താനുണ്ടാക്കിയ മെത്തുമായി സോൾ പറഞ്ഞതനുസരിച്ച് ആളൊഴിഞ്ഞ ഒരു റോഡിൽ കാത്തു നിൽക്കുകയാണ്. അവിടേക്ക് വന്ന ഗസ്സിന്റെ സഹായി വിക്ടർ അവന്റെ കയ്യിൽ നിന്നും മെത്ത് വാങ്ങിയ ശേഷം പണം നൽകി തിരിച്ചുപോയി. അവൻ പോയ പാടെ പണം പരിശോധിക്കുന്ന ജെസ്സി അത് താൻ കൊടുത്ത മെത്തിന്റെ പകുതി പണമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി അവനെ തിരിച്ചു വിളിച്ചു. തിരികെ വന്ന അവനോട് ഇത് പകുതിയേ ഉള്ളൂ എന്ന് ജെസ്സി പറഞ്ഞപ്പോൾ അത് നിന്റെ പകുതിയാണെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്നും പോയി. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ ജെസ്സി അവിടെ നിന്നു. അതേസമയം വീട്ടിൽ വാൾട്ടും സ്കൈലറും മകനും ഭക്ഷണം കഴിക്കുകയാണ്. നേരത്തെ അച്ഛന്റെ ചികിത്സയ്ക്കായി താൻ ഉണ്ടാക്കിയ വെബ്സൈറ്റിൽ ഇപ്പോൾ പണം വരുന്നില്ലെന്ന് മകൻ പറഞ്ഞപ്പോൾ സോളുമായി തെറ്റിപ്പിരിഞ്ഞത് കാരണം അതിനി വരില്ലെന്നറിയാമായിരുന്ന വാൾട്ട് ചിലപ്പോൾ ആളുകൾക്ക് താല്പര്യം കുറഞ്ഞു കാണുമെന്ന് പറഞ്ഞ് മകനെ ആശ്വസിപ്പിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം താൻ സ്കൂളിൽ നിന്നും അവധിയെടുത്തതാണെന്നായിരുന്നു വാൾട്ട് വീട്ടിൽ പറഞ്ഞിരുന്നത്. സ്കൂളിൽ നടന്നതും തന്നെ സസ്പെൻഡ് ചെയ്തതും വാൾട്ട് ആരോടും പറഞ്ഞിരുന്നില്ല. തന്റെ സുഹൃത്ത് ഇന്ന് ലീവ് ആയതിനാൽ തന്നെ സ്കൂളിൽ വിടാൻ അവൻ വാൾട്ടിനോട് ആവശ്യപ്പെട്ടു. ഇതെല്ലാം സ്കൈലർ കേൾക്കുന്നുണ്ടെങ്കിലും അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. ശേഷം മകനെ സ്കൂളിൽ വിട്ട് തിരിച്ചു വരുന്ന വാൾട്ട് ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ തന്റെ സൈഡിൽ വന്നു നിന്ന വണ്ടിയിൽ നിന്നും അതിലുണ്ടായിരുന്ന വിക്ടർ ഒരു കെട്ട് പണം അവൻ എറിഞ്ഞുകൊടുത്ത ശേഷം ഇത് നിന്റെ പകുതിയാണെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോയി. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ ആ പണം കാണുന്ന വാൾട്ട് അത്ഭുതത്തോടെ അവിടെ നിന്നു.